ഇൻഡിഗോ വിമാന കമ്പനിയിലെ പ്രതിസന്ധി തുടരുന്നു. ചെന്നൈയിൽ നിന്നും 20 വിമാനങ്ങളും മുംബൈയിൽ നിന്നുമുള്ള 32 വിമാനങ്ങളും റദ്ദാക്കി. കരിപ്പൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടു. മലയാളികളടക്കം നിരവധി യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. 4-ാം തീയതി വെളുപ്പിന് തൊട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ്. 4-ാം തീയതി വെളുപ്പിന് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് റീഷെഡ്യൂളായി, വൈകുന്നേരം 6 മണിക്കെന്ന് പറഞ്ഞു. ഇനിയും കൺഫേം ആയിട്ടില്ല ഫ്ലൈറ്റ് പോകുന്ന കാര്യം, അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന കാര്യം ഇനിയും കൺഫേം ആയിട്ടില്ല. കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൈയൊഴിഞ്ഞ ലക്ഷണമാണ് എല്ലാവരോടും. ഒരുപാട് 10-40 മലയാളികളോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും തരുന്നില്ല, ഫുഡ് അടക്കം പോലും അവർ തരുന്നില്ല. നമ്മുടെ 200 ഫ്ലൈറ്റോളം ക്യാൻസലായി. എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള ഇതൊന്നും നമുക്ക് ആരെങ്കിലും ഓർഡർ കിട്ടിയിട്ടില്ല. ഹോട്ടൽ നമുക്ക് എന്തായാലും ബുക്ക് ചെയ്ത് തരാൻ പറ്റില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ. പക്ഷെ വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഇൻഡിഗോയുടെ കയ്യിൽ നിന്ന് ഒരു നമുക്ക് ഈ പോയിന്റ് കിട്ടുമല്ലോ, ആ പോയിന്റ് വേണേ ആഡ് ചെയ്ത് തരാന്നാ പറയുന്നത്. സംഭവത്തിൽ വിമാന കമ്പനിയെ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ചയോടെ സർവീസുകൾ കുറയ്ക്കുമെന്ന് ഇൻഡിഗോ DGCA അറിയിച്ചു. ഫെബ്രുവരി 10 മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തൂ എന്നും ഇൻഡിഗോ അധികൃതർ പറഞ്ഞു. സമീർ ബിൻ കരീം കരിപ്പൂരിൽ നിന്നും, മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നും, നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നുമുണ്ട്. ആദ്യം നമ്മൾ പോകുന്നു ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ പറയൂ. തിരുവനന്തപുരത്ത് കടുത്ത പ്രതിസന്ധി തുടരുകയാണ്. ഇപ്പോഴും പുലർച്ചെ 1:30 പുറപ്പെടേണ്ട തിരുവനന്തപുരം ഷാർജ വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഈ ഷാർജയിലെത്തി ഇന്ന് ഡ്യൂട്ടിക്കെല്ലാം കയറേണ്ട നിരവധി ആളുകൾ ഇപ്പോഴും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. കൂടാതെ തിരുവനന്തപുരത്ത് ഇന്ന് എത്തേണ്ട 2 വിമാനങ്ങൾ അത് പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാത്രിയോടുകൂടി അർദ്ധരാത്രി പുറപ്പെടേണ്ട 2 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പകൽ സമയം കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇൻഡിഗോ പങ്കുവെക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണ് ഈ പ്രതിസന്ധി കൂടുതൽ ബാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും DGCAയുടെ ഈ ഒരു മാനദണ്ഡം വന്നത് പ്രകാരം കടുത്ത പ്രതിസന്ധി അത് ഇന്നലെ മുതൽ തുടരുകയാണ്. ഈ പ്രതിസന്ധി വരും ദിവസങ്ങളിലും തുടരുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസുകളും ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിമാന കമ്പനി തന്നെയാണ് ഇൻഡിഗോ. പക്ഷേ ഇൻഡിഗോയിൽ പുതിയ DGCAയുടെ മാനദണ്ഡം 2 വർഷം മുൻപ് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇതുവരെ ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ നടപ്പാക്കാൻ തയ്യാറായില്ല. കൂടുതൽ സമയം ഫ്ലൈയിങ് അവറുകൾ കുറച്ചുകൊണ്ട് പൈലറ്റുമാർക്ക് കൂടുതൽ സമയം വിശ്രമം അനുവദിക്കുക എന്നുള്ള നിർദ്ദേശം അത് കൃത്യമായി പാലിക്കാൻ ഇപ്പോഴും ഇൻഡിഗോ വിമാനം അധികൃതർ തയ്യാറായിരുന്നില്ല. ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിയത്. 2 വർഷം മുൻപ് ഈ മാനദണ്ഡം പുറത്തിറക്കി അത് നടപ്പാക്കണമെന്ന് കമ്പനികളോട് നിർദ്ദേശിച്ചെങ്കിലും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് നടപ്പാക്കാനോ തയ്യാറായില്ല. ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ഈ പൈലറ്റുമാരുടെ റീഷെഡ്യൂളിംഗ്, പൈലറ്റുമാരുടെ ഡ്യൂട്ടി അറേഞ്ച്മെന്റ് എന്നിവയെല്ലാം താളം തെറ്റി. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കെല്ലാം കാരണം. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്നലെ എന്തായാലും 5 ഇൻഡിഗോ വിമാനങ്ങൾ വരികയും 5 പോവുകയും ചെയ്തു. ബാക്കിയെല്ലാം ക്യാൻസലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ദോഹ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുകയും ഇവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. ഷാർജയിലേക്ക് പുറപ്പെടേണ്ട യാത്രക്കാർ, പ്രവാസികളടക്കമുള്ളവർ കടുത്ത പ്രതിസന്ധിയിൽ ഇപ്പോഴും എയർപോർട്ടിലിരിക്കുന്നു. അവർക്ക് ഒരു മറുപടിയും നൽകുന്നില്ല. എങ്ങനെ നിങ്ങൾ പോകണമെന്നോ, എന്ത് ബദൽ ക്രമീകരണം ഒരുക്കുമെന്നോ, എത്ര സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നോ ഉള്ള ഒരു മറുപടി നൽകുന്നില്ല. ഈ പ്രതിസന്ധി ഇനിയും തുടരുമെന്നാണ് ഇൻഡിഗോ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഹഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, ഈ ഇൻഡിഗോ പോലൊരു വലിയ വിമാന കമ്പനിക്ക് 10-16 പൈലറ്റുമാരല്ലോ. മുംബൈയിൽ നിന്ന് ഇന്ന് ഇതുവരെ 32 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ പ്രതിസന്ധിയാണോ? പൈലറ്റ് ക്ഷാമമാണോ? നമ്മളറിയാത്ത മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ശ്രീനാഥ്? അശ്മി, ഞാനിപ്പോൾ ഉള്ളത് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. രാവിലെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞു എന്ന് വേണം പറയാനുള്ളത്. കാരണം ഇന്നലത്തെ കണ്ട സാഹചര്യത്തിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇന്നിപ്പോൾ ആളുകൾ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അവെയറാണ് എന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് 12 മണി മുതൽ ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 30-ലേറെ വിമാനങ്ങൾ, 16 വിമാനങ്ങൾ ഇങ്ങോട്ട് എത്തേണ്ട വിമാനങ്ങളുണ്ടായിരുന്നു. 16 എണ്ണം ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ 30-ലേറെ വിമാനങ്ങൾ ഇതിനോടകം തന്നെ മുംബൈ വിമാനത്താവളത്തിൽ ഇൻഡിഗോയുടേതായി റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് ചില വിമാന കമ്പനികളുടെ കൂടി വിമാനങ്ങൾ റദ്ദായിട്ടുണ്ട്. ആ കണക്ക് പരിശോധിക്കുമ്പോൾ എയർ ഇന്ത്യയുടെ ചില വിമാനങ്ങൾ കൂടി റദ്ദായിട്ടുണ്ട്. അങ്ങനെ ചില വിമാന കമ്പനികളുടെ കൂടി റദ്ദായിട്ടുണ്ട്. പക്ഷേ ഇൻഡിഗോയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര ഗുരുതരമായൊരു സാഹചര്യം ഏതായാലും മറ്റ് വിമാന കമ്പനികൾക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഡിഗോ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ലാഭകരമായി ഓടുന്ന ഒരേ ഒരു വിമാന കമ്പനി
യഥാർത്ഥത്തിൽ ഇൻഡിഗോ മാത്രമാണ്. അവർക്ക് വലിയ സംഖ്യ വിമാനങ്ങളുണ്ട്, പൈലറ്റുമാരുണ്ട്. പക്ഷേ പുതിയ DGCയുടെ പുതിയ നിയമപ്രകാരം, പുതിയ നിയന്ത്രണ പ്രകാരം പൈലറ്റുമാർക്ക് ആവശ്യത്തിലുള്ള വിശ്രമമടക്കം നൽകിക്കൊണ്ട് തിരക്ക് പിടിച്ച സർവീസുകൾ പാടില്ല, പൈലറ്റുമാർക്ക് തുടർച്ചയായുള്ള ജോലി നൽകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഇൻഡിഗോ യഥാർത്ഥത്തിൽ പെട്ടുപോയത്. അവർ വളരെ വേഗത്തിലുള്ള ഷെഡ്യൂളിംഗ് ആയിരുന്നു, റോസ്റ്ററിംഗ് ആയിരുന്നു പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. ഒരു പൈലറ്റ് എത്തി തൊട്ട് പിന്നാലെ തന്നെ അടുത്ത വിമാനം പറക്കുന്ന രീതിയിലായിരുന്നു മുൻപ് അവരുടെ സർവീസുകൾ അവർ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം മാറിയതോടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.